ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. പുത്രൻ മുഖാന്തരം നമ്മെ വീണ്ടെടുത്ത പിതാവാം ദൈവത്തിൻ്റെ നാമം ഇന്നും എന്നേക്കും നമ്മളിൽ കൂടെ മഹത്വപ്പെടുമാറാകട്ടെ. ദൈവകൃപയാൽ ഒരു ദിവസം കൂടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നതിനായി ദൈവത്തെ സ്തുതിക്കാം. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനത സഹതാപം കാണിക്കാൻ കഴിയാത്തവനല്ല, താൻ തന്നെ പരീക്ഷിതനായ കഷ്ടം അനുഭവിച്ചിരിക്കാൻ പരീക്ഷിക്കപ്പെടുവാൻ നമുക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നു തിരുവെഴുത്ത് പറയുമ്പോൾ, നമ്മുടെ ബലഹീനതകളിലും നമ്മുടെ താഴ്ചകളിലും എല്ലാം നമ്മെ രക്ഷിക്കുന്ന, നമ്മളെ സഹായിക്കുന്ന ഒരു നല്ല ദൈവം, തൻ്റെ ഉദ്ദേശം നമ്മൾ നിവർത്തിക്കുവാൻ തക്കവണ്ണം ശക്തനായവൻ. അവിടുന്ന് ബലവാനാണ്, അവിടുന്ന് സർവശക്തനാണ്. അതുകൊണ്ട് എന്ത് കാര്യങ്ങളും എല്ലാം ദൈവത്തിലേക്ക് സമർപ്പിക്കുമ്പോഴാണ് അതിന് ഒരു പൂർണ്ണത വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. 73-ാമത്തെ സങ്കീർത്തനം ഒരു സ്റ്റേറ്റ്മെൻറ്റോടുകൂടി ആരംഭിക്കുകയാണ്. ആസഫ് 3-ാമത്തെ പുസ്തകം നമ്മളതിൻ്റെ 1-ാമത്തെ പാർട്ട് ഒരു 16-ാമത്തെ വാക്യം മുതൽ 16-ാം വാക്യം വരെ നമ്മൾ ചിന്തിച്ചു. അവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു നിശ്ചയം. ഒരു നിശ്ചയം, ഒരു ഉറപ്പാണ്. ദൈവം ഇസ്രായേലുകൾക്ക് നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവനാകും നിശ്ചയം. ക്രിസ്തീയ സഭയെക്കുറിച്ച് പറയുന്നത് പുതിയ നിയമ ഇസ്രായേൽ എന്ന് പറയും. പഴയ നിയമ ഇസ്രായേൽ യഹൂദന്മാർ സമൂഹം കർത്താവിനെ തള്ളിയപ്പോൾ വിജാതീയർക്ക് കർത്താവ് നൽകപ്പെട്ടു. അങ്ങനെ ഇന്ന് പുതിയ നിയമസഭ, പുതിയ നിയമ ഇസ്രായേൽ എന്ന് പറയുന്നത് സഭയാണെന്ന് പറയും, സദൃശമാണ്. അപ്പോൾ ഇവിടെ പറയുകയാണ്, ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവനാകുന്നു നിശ്ചയം. നിർമ്മല ഹൃദയമുള്ളവരാണോ ദൈവം? തീർച്ചയായും നല്ലവനാണ് അവർക്ക്. ഒരു സങ്കീർത്തൻ്റെ പറയും, ദുഷ്ടനോടവൻ ദുഷ്ടത, വക്രനോടവൻ വക്രത കാണിക്കുമെന്ന് പറയും. എന്ന് പറഞ്ഞാൽ അവൻ്റെ തന്നെ സ്വഭാവത്തെ അവനിലേക്ക് തന്നെ തിരിക്കുകയാണ് ചെയ്യുന്നത്. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുന്നു എന്നൊക്കെ പറയുന്നതിന് മറ്റൊരു പ്രതിഫലമാണ് അവിടെ കാണാനായിട്ട് പറ്റുന്നത്. 18-ാമത്തെ സങ്കീർത്തനത്തിൽ അവിടെ പറയുന്നത്, ദയാലുവോട് നീ ദയാലുവാകുന്നു, നിഷ്കളങ്കനോട് നീ നിഷ്കളങ്കൻ, നിർമ്മലനോട് നീ നിർമ്മലനാകുന്നു, വക്രനോട് നീ വക്രത കാണിക്കുന്നു. എളിയ ജനത്തെ നീ രക്ഷിക്കും, നിഗളിച്ച് നടക്കുന്നവരെ നീ താഴ്ത്തും. അവിടെ ദയാലുവായവനോട് ദയാലുവാണ്, എന്നാൽ വക്രനോട് ദൈവം എന്ന് പറയുന്നത് ദൈവം വക്രത എന്നുള്ളതല്ല, അവൻ്റെ വക്രതയ്ക്ക് ഒത്തുകൊണ്ട് അവനോട് പകരം ചെയ്യുന്നതാണ്. അവൻ്റെ തിന്മ മനസ്സിലാകത്തക്കവണ്ണം. അതിലൂടെ ദൈവം നല്ലവനാവും നിശ്ചയമെന്ന് പറഞ്ഞിട്ട് ചുറ്റുപാട് നടക്കുന്ന തൻ്റെ കാലടികളൊക്കെ ഏകദേശം ഇടറിപ്പോയി, വഴുതിപ്പോയി. ആ സമയത്ത് ഈ സങ്കീർത്തനക്കാരൻ ചുറ്റുപാടിലേക്ക് നോക്കുകയാണ്. നോക്കുമ്പോൾ ദുഷ്ടന്മാർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, അവർ സൗഖ്യമായിരിക്കുന്നു, അവരുടെ ദേഹം തടിച്ചുകൊണ്ടിരിക്കുന്നു, മറ്റു മർത്യരെ പോലെ ബാധിക്കപ്പെടുന്നില്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ താൻ കണ്ടെത്തുകയാണ്. അവർക്കൊരു പ്രശ്നമില്ല, ഡംബം അവർക്ക് മാലയായിരിക്കുന്നു. അവിടെ പറയുന്ന ചില കാര്യങ്ങളൊക്കെ ശരിയാണ്. എന്താണ്? അവർ ഡംബം അവർക്ക് മാലയായിരിക്കുന്നു. എന്ത് പറഞ്ഞാൽ ഡംബം പറയും എന്ന് പറഞ്ഞാൽ പൊങ്കച്ചോ അല്ലെങ്കിൽ ഉന്നത ഭാവത്തോടെ സംസാരിക്കത്തുള്ളൂ. എന്ത് പറഞ്ഞാലും അവരുടെ കഴിവ്, അവരുടെ ബലം, അതുപോലെ ബലാത്കാരം വസ്ത്രം പോലെ അവർ ചുറ്റിയിരിക്കുന്നു. അവർ പണത്തിൻ്റെ കൊഴുപ്പിൽ എന്ത് വന്ന ഒരു സാധുവിനെ പോലെ അവർ ഉപദ്രവിക്കും. അവർ പറയും, നിനക്ക് ഇത് ചെയ്തില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാമെന്ന് പറയും. എന്ന് പറഞ്ഞാൽ ബലത്തിൻ്റെയൊക്കെ ആ ഒരു വീര്യ, തൻ്റെ പണത്തിൻ്റെയൊക്കെ ബലത്തിൽ അവൻ ധാർഷ്ട്യമായിട്ട് സംസാരിക്കുകയാണ്, ഉന്നത ഭാവത്തോടെ സംസാരിക്കും. പരിഹസിച്ച് ദുഷ്ടതയോടെ ഭീഷണി പറയും. അവർ ഇങ്ങനെ ഭീഷണി വാക്കുകൾ പറയും. നോക്കിയോ, ഞാൻ കാണിച്ചു തരും ഈ കാര്യം. അത് അധികാരികൾ പോലും വശംബദ്ധരാക്കാൻ അവർ ശ്രമിക്കും. അല്ലെ, നമ്മളൊക്കെ കാണുന്നുണ്ട് ചുറ്റുപാടുകളിലൊക്കെ. തൻ്റെ പണത്തിൻ്റെ സ്വാധീനം കൊണ്ട് എല്ലാവരെയും, അധികാരികളൊക്കെ തൻ്റെ വശത്താക്കുവാൻ ശ്രമിക്കും. വഴങ്ങുന്നില്ലെന്ന് കണ്ടാൽ അവരുടെ നേരെ ഭീഷണി മുഴക്കുന്നവർ, അവരെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നവർ. അതൊക്കെ ശരിയാണ്. പക്ഷേ അവർ നിത്യം സ്വസ്ഥത അനുഭവിക്കുന്നു എന്ന് പറയുന്ന കാര്യം വരുമ്പോൾ അത് ശരിയല്ല എന്നാണ് പറയുന്നത്. 12-ാമത്തെ വാക്യത്തിലേക്ക്, ദുഷ്ടന്മാർ അവർ നിത്യം സ്വസ്ഥത അനുഭവിക്കും. സ്വസ്ഥതയില്ല. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 57-ാമത്തെ അധ്യായത്തിൽ ഉന്നതനും ഉയർന്നിരിക്കുന്നവനുമായ ദൈവം
താഴ്മയുള്ളവരുടെ മനസ്സിനും അവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താവും മനോമനയുള്ളവരോട് കൂടെ വസിക്കുന്നുവെന്ന് 15-ാമത്തെ വാക്യത്തിൽ പറയും. എന്നിട്ട് അതിൻ്റെ അവസാനം വരുമ്പോൾ ദൈവത്തോട് ആശ്വാസവും എല്ലാം കൊടുക്കുകയാണ്. എന്നിട്ട് 20-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ദുഷ്ടന്മാരോ കലങ്ങി മറിയുന്ന കടൽ പോലെയാകുന്നു. അതെങ്ങനെയായി ചിത്രം നോക്കിയേ, കലങ്ങി മറിയുന്ന കടൽ പോലെയാകുന്നു. അതിന് അടങ്ങിയിരിക്കുവാൻ കഴിയുകയില്ല. അതിലെ വെള്ളം ചേറും ചെളിയും മേലോട്ട് തള്ളുന്നു. ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്ന് എൻ്റെ ദൈവം അരുളി ചെയ്യുന്നു. രക്ഷപ്രവാചകൻ പറയുകയാണ്, ദുഷ്ടന്മാർക്ക് സമാധാനമില്ല. അവർ പുറമേ എന്തെല്ലാം ഈ തിരമാലകൾ അടക്കുവാനുകൾ പുറമെ എന്തെല്ലാം ഒരു കാട്ടിക്കൂട്ടിയാലും അവർ അന്തരംഗത്തിൽ ഇങ്ങനെ ഈ ഒരു അസമാധാനവും അസ്വസ്ഥതയും എല്ലാമാണ്. അങ്ങനെ സമാധാനം ഉണ്ടായിരുന്നെങ്കിൽ കർത്താവ് പറയില്ലായിരുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല എന്ന് യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ വായിക്കുകയാണ്. ഇപ്പോൾ ലോകം തരുന്ന സമാധാനം ശാശ്വതമല്ല, ക്ഷണികമാണ്. അതിന് ഒന്നിനും സമാധാനം തരാൻ സാധിക്കുകയില്ല. നമ്മൾ ഗ്രിമാൾഡിയുടെ കാര്യം ചിന്തിച്ചു. ആ ബഫൂൺ, ആ സർക്കസ് കൂടാരത്തിൽ പണികൊണ്ടിരുന്ന അവൻ അനേകരെ ചിരിപ്പിച്ചു, പക്ഷേ അവൻ്റെ ജീവിതത്തിൽ ചിരിയില്ല. ഇത് തന്നെയാണ് പുറം പൂച്ചുകൾ, കപടനാട്ടിക്കാരെ പോലെ അവർ വേഷം ധരിക്കുന്നു. എന്നാൽ അകമേ ആന്തരിക സംഘർഷങ്ങളും എല്ലാം അവർ ബാധിച്ചിരിക്കുകയാണ്. അവർക്കൊരാശ്രയമില്ല. ധനം അവർക്ക് വലിയ പട്ടണമായിട്ട് തോന്നുന്നു, വലിയ ഉറപ്പ് സങ്കേതമായിട്ട് തോന്നുന്നു. അത് പെട്ടെന്ന് ഇല്ലാതെ പോകുന്നു. എന്നാൽ ഇവിടെ എന്നിട്ട് സെക്കൻഡ് പാർട്ട് തുടങ്ങുന്നത്, അപ്പോൾ ഇത് തൻ്റെ തന്നെ കാഴ്ചപ്പാടാണ്. തൻ്റെ കാഴ്ചപ്പാടിൽ വികലമായിട്ട് കാണുകയാണ് സങ്കീർത്തനക്കാരൻ. കുറച്ച് ഭാഗങ്ങൾ ശരിയാണ്. എന്നാൽ എല്ലാത്തിൻ്റെയും നടുവിൽ നമ്മുടെ ജീവിതത്തിൽ ഓരോന്നും സംഭവിക്കുമ്പോൾ ദൈവത്തിലേക്ക് നമ്മൾ നോക്കുമ്പോഴാണ് നമ്മൾ വിഷൻ ശരിയാകുന്നത്. നമ്മുടെ കാഴ്ചപ്പാടുകൾ ദൈവം ശരിയായിട്ട് നമുക്ക് മനസ്സിലാക്കി തരും എന്താണ് കാര്യമെന്ന്, ഇത് വരാൻ കാരണം എന്താണ്, അതിനുള്ള കാരണം എന്താണ്, എല്ലാം ദൈവം നമുക്ക് അവലോകന പറഞ്ഞു തരുമെന്നാണ് പറയുന്നത്. 17-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ 16 ഞാൻ ഇത് ഗ്രഹിക്കുവാൻ നിരൂപിച്ചപ്പോൾ എനിക്ക് പ്രയാസമായിട്ട് തോന്നി, എനിക്കത് മനസ്സിലാകുന്നില്ല എന്താ ഇങ്ങനെയെന്ന്. ദുഷ്ടന്മാർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, അവർ മറ്റു മനുഷ്യരെ പോലെ ബാധിക്കപ്പെടുന്നില്ല, അങ്ങനെ പ്രയാസമായി. ഒടുവിൽ ഫൈനലി ഞാൻ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്ന്. ഇതായിരിക്കും നമ്മുടെ അത് ഒടുവിൽ എല്ലാറ്റിനും. എന്നാൽ ആദ്യമേ ഇത് ചെയ്യുന്നത് നല്ലതാണ്. ഒടുവിൽ എന്ന് പറയുമ്പോൾ എല്ലാം പരിശ്രമിച്ച് നോക്കി, എല്ലാം അപ്ലൈ ചെയ്ത് നോക്കി, പക്ഷെ ഒന്നും ശരിയാകുന്നില്ല. അപ്പോൾ ഒടുവിൽ ദൈവത്തിൻ്റെ. പക്ഷെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം? ആദ്യമേ തന്നെ ദൈവത്തിലേക്ക് വരണം. പല കാര്യങ്ങളും നമ്മൾ ഒടുവിലാണ്, ഇനി ഡോക്ടർമാർ ഉപേക്ഷിച്ചു, അല്ലെങ്കിൽ ഇതില്ല, ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞ് ഇനി ദൈവത്തിലേക്ക് ചെല്ലാം. അങ്ങനെയല്ല, ആദ്യം തന്നെ ദൈവത്തിലേക്ക് ചെല്ലണം, എല്ലാറ്റിലും ദൈവത്തിലേക്ക് ചെല്ലണം. പ്രയോറിറ്റി, ജീവിതത്തിൽ മുൻഗണന ദൈവത്തിന് കൊടുക്കാനായിട്ട് സാധിക്കണം ഏതൊരു കാര്യത്തിലും. എല്ലാം കഴിഞ്ഞിട്ടല്ല. ഒരു പ്രതിസന്ധി വരുമ്പോൾ മാത്രമല്ല, ഓരോന്നിൻ്റെ ആരംഭത്തെങ്കിലും അവസാനത്തെങ്കിലും, ഓരോ കാര്യത്തിൻ്റെ ആരംഭത്തെങ്കിലും, നമ്മുടെ ദിവസത്തിൻ്റെ ആരംഭത്തെങ്കിലും, പ്രവൃത്തിയുടെ ആരംഭത്തെങ്കിലും, എല്ലാത്തിൻ്റെ ആരംഭത്തെങ്കിലും. ഇവിടെ പറയുകയാണ്, ഒടുവിൽ ഞാൻ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്ന് അവരുടെ അന്തം എന്താകുമെന്ന് ചിന്തിച്ചു. നിശ്ചയമായി നീ അവരെ വഴിവെഴുപ്പ് നിർത്തുന്നു, നീ അവരെ നാശത്തിൽ തള്ളിയിടുന്നു. രണ്ടാമത്തെ നിശ്ചയം, രണ്ടാമത്തെ നിശ്ചയം പറയാം. എന്താ നിശ്ചയം? നിശ്ചയമായി നീ ഒരു വഴിവെഴുപ്പ് നിർത്തുന്നു. അവരൊരു വഴിവെഴുപ്പിലാണ് നിൽക്കുന്നത്. എപ്പോഴാണ് മറിഞ്ഞു വീഴുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അവരെ നാശത്തെ തള്ളിയിരുന്നു. എത്ര ക്ഷണത്തിൽ അവർ ശൂന്യമായി പോയി. അവർ മെരുൾച്ചകളാൽ അശേഷം മുടിഞ്ഞു പോയിരിക്കുന്നു. ഉണരുമ്പോൾ ഒരു സ്വപ്നത്തെ പോലെ നീ ഉണരുമ്പോൾ, കർത്താവെ നീ ഉണരുമ്പോൾ അവരുടെ രൂപത്തെ തുച്ഛീകരിക്കും. ഇങ്ങനെ എൻ്റെ ഹൃദയം വ്യസനിക്കുകയും എൻ്റെ അന്തരംഗത്തിൽ കുത്തുകൊള്ളുകയും ചെയ്തപ്പോൾ ഞാൻ പൊട്ടനും ഒന്നും അറിയാത്തവനുമായിരുന്നു. ശരിക്കും ദൈവസന്നിധിയിലേക്ക് ഒരു എംപ്റ്റിനെസ് ആണ്. നമുക്കൊന്നും മനസ്സിലാകണമെന്നില്ല. മനസ്സിലാകാത്തപ്പോഴും ദൈവത്തിലേക്ക് നോക്കുവാൻ. എന്നിട്ടും ഇനി പൊട്ടനും ഒന്നും അറിയാത്തവന് പോലെയായിരുന്നു എന്ന് പറഞ്ഞിട്ട്, എന്നിട്ടും 23-ാമത്തെ വാക്യം, എന്നിട്ടും ഞാൻ എപ്പോഴും നിൻ്റെ അടുക്കലിരിക്കുന്നു, നീ എന്നെ വലം കൈ പിടിച്ചിരിക്കുന്നു, നിൻ്റെ ആലോചനയാ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. എത്ര മനോഹരമായ വാക്കുകളൊക്കെ. സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിലും നിന്നെയല്ലാതെ ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല. എൻ്റെ മാംസവും ഹൃദയവും ക്ഷയിച്ചു പോകുന്നു, ദൈവം എന്നേക്കും എൻ്റെ ഹൃദയത്തിൻ്റെ പാറയും എൻ്റെ ഓഹരിയുമാകുന്നു. ഇവിടെ പറയും, എന്നിട്ടും ഞാൻ എപ്പോഴും നിൻ്റെ അടുക്കലിരിക്കുന്നു. ദൈവസന്നിധിയിലേക്ക് ചില ദൈവസാന്നിധ്യമാണ്. നീ എന്നെ വലം കൈ പിടിച്ചിരിക്കുന്നു, നിൻ്റെ ആലോചന നീ എന്നെ നടത്തും. ദൈവം ദ കൗൺസിൽ ഓഫ് ദ സ്പിരിറ്റ് ഓഫ് കൗൺസിൽ എന്ന് പറഞ്ഞാൽ ആലോചനയുടെ ആത്മാവ്. ദൈവത്തിൻ്റെ ആത്മാവിനെ കുറിച്ച് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. യഹോവയുടെ ആത്മാവ് ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെ ആത്മാവ്, ശക്തിയുടെയും
അവിടെ പറയുമ്പോൾ ആലോചനയും ബലത്തിൻ്റെയും ആത്മാവെന്ന് പറയും. ആലോചന, നമുക്ക് ആലോചന പറഞ്ഞു തരുന്നതാണ് ദൈവത്തിൻ്റെ ആത്മാവ്. യെശയ്യാവ് 11 ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെ ആത്മാവ്, ആലോചനയുടെയും ബലത്തിൻ്റെ ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെ യഹോഭക്തിയുടെയും ആത്മാവ് തന്നെ. അപ്പോൾ ഈ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിലുണ്ടെങ്കിൽ ജ്ഞാനവും വിവേകവും, വിസ്ഡം, അതുപോലെ നോളജ്, പിന്നെ കൗൺസിൽ, പിന്നെ മൈറ്റി, ബലത്തിൻ്റെ ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെ യഹോഭക്തിയുടെയും ആത്മാവ്, അണ്ടർസ്റ്റാൻഡിങ്, സ്പിരിറ്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. ദൈവത്തിൻ്റെ ആത്മാവ് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യത്തിലും ദൈവം നമ്മൾ വഴി നടത്തും, നമുക്ക് മനസ്സിലാക്കി തരും. ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരുമെന്ന് മറ്റൊരു സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. നമുക്ക് ആലോചന പറഞ്ഞു തരും. നമ്മുടെ ബുദ്ധി, നമ്മുടെ ചിന്തയെല്ലാം നമ്മൾ സമർപ്പിക്കുമ്പോൾ ഇച്ഛിക്കാനും പ്രവർത്തിക്കാൻ ദൈവം, ഇച്ഛകളെയും പ്രവർത്തികളെയും എല്ലാ ദൈവത്തിനും സമർപ്പിക്കണം. അപ്പോൾ ഇച്ഛകളെയൊക്കെ ദൈവം നിയന്ത്രിക്കും. എന്നിട്ട് ഏതാണ് ശരി ഏതാണ് തെറ്റ് നമുക്കത് ഡിറ്റക്റ്റ് ചെയ്യാൻ, ഡിഫൈൻ ചെയ്യാൻ, അത് നമുക്ക് വേർതിരിച്ചറിയുവാൻ നമുക്ക് കൃപ തരും. ദൈവം നമ്മുടെ ഉൾക്കണ്ണുകൾ പ്രകാശിപ്പിക്കും. അത് മനോഹരമാണ്. നിൻ്റെ ആലോചന ഇങ്ങനെ നടത്തും. പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് തന്നെ ചെല്ലും. ഗ്ലോറി, എൻ്റർ ഇൻ ടു ഗ്ലോറി നമ്മൾ പറയത്തില്ലേ, മഹത്വത്തിലേക്ക് പ്രവേശിച്ചെന്നും വിയോഗ സമയത്തൊക്കെ പറയും. അവിടെ പറയാം, സ്വർഗത്തിൽ എനിക്കാരുള്ളൂ, ഭൂമിയിലും നിന്നെയല്ല ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല. നമുക്ക് ദൈവത്തിന് വേണ്ടിയുള്ള ഒരു ആഗ്രഹം, ദ്രവ്യാഗ്രഹമല്ല ദൈവാഗ്രഹം നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രമായിരിക്കണം. ദ്രവ്യാഗ്രഹം സകലവിധ പാപത്തിനും കാരണമാണെന്ന് പറയും. ദ്രവ്യാഗ്രഹം, പണക്കൊതി എന്ന് പറയുന്നത്, അതല്ലേ എന്തെല്ലാം നടക്കുന്ന സമൂഹങ്ങളിൽ. ദ്രവ്യാഗ്രഹം മനുഷ്യനല്ലാതായിട്ടൊക്കെ മാറ്റുന്നതാണ്, മൃഗീയമായ സ്വഭാവത്തിലേക്ക് മാറ്റുന്നതാണ് ഈ ദ്രവ്യാഗ്രഹം. എന്നാൽ ദൈവത്തെ ആഗ്രഹിക്കാൻ സാധിക്കണം. ഭൂമിയിൽ നിന്നെ ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല, മാംസവും ഹൃദയവും ക്ഷയിച്ചു പോകുന്നു. ദൈവം എന്നേക്കും എൻ്റെ ഹൃദയത്തിൻ്റെ പാറയും എൻ്റെ ഓഹരിയുമാകും. ദൈവമാണ് എൻ്റെ പാറ, എൻ്റെ ഓഹരി. മൈഷയർ, ഇതാ നിന്നോട് അകന്നിരിക്കുന്നു, നശിച്ചു പോകും. നിന്നെ വിട്ട് പരസംഗം ചെയ്യുന്ന എല്ലാവരെയും നീ സംഹരിക്കും. എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്ന എനിക്ക് നല്ലത്. നിന്റെ സകല പ്രവൃത്തികളെയും വർണ്ണിക്കേണ്ടതിന് ഞാൻ യഹോവയായ കർത്താവിനെ എൻ്റെ സങ്കേതമാക്കിയിരിക്കുന്നു. ഇപ്പോൾ പണമൊന്നുമല്ല സങ്കേതം, മറ്റൊന്നുമല്ല, ബലമല്ല, ശക്തിയല്ല, ഒന്നുമല്ല, ദൈവം എൻ്റെ സങ്കേതമാക്കിയിരിക്കുക. നിന്നോട് അടുത്തിരിക്കുന്നത് ദൈവത്തോട് അടുത്തിരിക്കും നല്ലത്. കാരണം അടുത്തിരിക്കുമ്പോൾ അവൻ്റെ സകല പ്രവർത്തികളെക്കുറിച്ച് വർണ്ണിക്കാം. നമ്മൾ ചിലരെക്കുറിച്ച് എനിക്ക് നല്ല പരിചയം ഉണ്ടായിരുന്ന അയാളെ, ഞങ്ങൾ ഒത്തിരി ഫ്രണ്ട്സായിരുന്നു. അങ്ങനെ അടുത്തിരിക്കുന്നവരുടെ സ്വഭാവത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും നമ്മൾ പറയാനായിട്ട് സാക്ഷിക്കാൻ പറ്റും. അപ്പോൾ ദൈവത്തെ സാക്ഷിക്കണമെങ്കിൽ നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കണം. അപ്പോൾ ദൈവത്തെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റും മറ്റുള്ളവരോട്. ദൈവം ഇങ്ങനെയാണ്, ദൈവം നല്ലവനാണ്, ദൈവം നമ്മളെ നടത്തുന്നവനാണ്, എന്തെല്ലാം ഉണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ കൂടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ അത് മനസ്സിലാക്കി തരും. അതുകൊണ്ട് ഈ സങ്കീർത്തനക്കാരെ പോലെ നമുക്കും പറയാം, ദൈവം എന്നേക്കും എൻ്റെ ഹൃദയത്തിൻ്റെ പാറയും എൻ്റെ ഓഹരിയുമാകുമെന്ന്. എന്നാൽ ദൈവത്തോട് അകന്നിരിക്കുന്നവർ നശിച്ചു പോകും, അല്ലേ? അത് സ്വാഭാവികമായിട്ട് അങ്ങനെയാണ്. രക്ഷയില്ലെങ്കിൽ അത് ശിക്ഷയാണ്, നാശമാണ്. രക്ഷപ്പെടുക എന്നുള്ളതാണ് അതിൻ്റെ മറുവശമാണ്. ഒരു നാണയത്തിൻ്റെ രണ്ട് വശം പോലെയാണ്. രക്ഷപ്പെട്ടില്ലെങ്കിൽ നാശമാണെന്നുള്ളതാണ് അതിൻ്റെ പ്രതിഫലനോട് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ സങ്കീർത്തനക്കാരനോട് ചേർന്ന് ദൈവത്തോട് അടുത്തിരിക്കുന്ന എനിക്ക് നല്ലത്, അല്ലേ? എന്തെല്ലാം വന്നാലും ശരി. ഇവിടെ ഒരു നല്ല ഉത്തരം സങ്കീർത്തനക്കാരന് കിട്ടുകയാണ്. ഒടുവിൽ ദൈവസന്നിധിയിലേക്ക് ചെന്നപ്പോൾ ദൈവം അതിന് ഉത്തരം കൊടുക്കുകയാണ്. നമുക്ക് എല്ലാ കാര്യത്തിലും ഒടുവിലല്ല, ആദ്യത്തിൽ തന്നെ ദൈവത്തെ അന്വേഷിക്കാൻ ശ്രമിക്കണം, സാധിക്കണം. ദൈവത്തിൽ ചാരണം, ദൈവത്തോടു കൂടി ആയിരിക്കണം. ഇത് ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെയുള്ള ദൈവത്തെ നാം തിരിച്ചറിയുക. ദൈവം നമ്മോട് കൂടെ ഉണ്ടായിരുന്നു. ഒരു എബ്രാഹിം ലിങ്കൻ പറഞ്ഞു, ഒരു യുദ്ധത്തിൽ പറഞ്ഞു. അപ്പോൾ എബ്രാഹിം ലിങ്കൻ ഒരു ആഭ്യന്തര യുദ്ധത്തിൻ്റെ സമയത്ത് പറഞ്ഞു, ദൈവം നമ്മോട് കൂടെ ഉണ്ടല്ലോ എന്നൊരു ഒരു വ്യക്തി പറഞ്ഞു. പക്ഷേ ലിങ്കൻ പറഞ്ഞു, ദൈവം നമ്മോട് കൂടെ ഉണ്ട്, പക്ഷേ എത്ര പേര് ദൈവത്തോട് കൂടെ ഉണ്ടോ എന്നുള്ളതാണ് വിജയത്തിൻ്റേത്. അതാണ് ദൈവം നമ്മോട് കൂടെ, പക്ഷേ എത്ര പേര് ദൈവത്തോട് കൂടെയുണ്ട്. നമ്മോട് കൂടെയുള്ള ദൈവത്തെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കട്ടെ. അപ്പോഴാണ് നമ്മുടെ ജീവിതം വിജയകരമായി മാറുന്നത്. ദൈവം നമ്മൾക്ക് ജയാളിയായി നമ്മളെ മാറ്റുന്നത്. അതിനാണ് നമുക്ക് ദൈവങ്ങൾ സമർപ്പിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, ഞങ്ങൾ മുഴുവനായ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. സങ്കീർത്തനക്കാരനെ പോലെ ഇതാ ദൈവത്തോട് അടുത്തിരിക്കുന്ന എനിക്കേറെ നന്ന് എന്ന് പറയുവാൻ ഞങ്ങളുടെ ജീവിതങ്ങൾ നിന്നോട് ചേർന്നിരിക്കട്ടെ. നിൻ്റെ അത്ഭുത പ്രവൃത്തികളെ വർണ്ണിപ്പാൻ, നിൻ്റെ കർത്താവ് കൃപകളെ മനസ്സിലാക്കുവാൻ, ഞങ്ങളുടെ ജീവിതങ്ങളെല്ലാത്തിനും ശാശ്വതമായ ഉത്തരവും പ്രതിഫലവും എല്ലാത്തിനും നിൻ്റെ സന്നദ്ധയിൽ ഉത്തരമുണ്ട് എന്നുള്ളത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എല്ലാം തിരുനാമത്തിനായിരിക്കണമേ എന്ന് വന്നേക്കും തന്നെ. ആമേൻ.
ഉണരുക നീയൻ ആത്മാവേ, ചേരുക യേശുവിൻ അരികിൽ. തുണയവനല്ല താരുള്ളൂ, പീഡകൾ നമ്മെ പാലിപ്പാൻ.